Hello everyone, welcome back to a new video. So today in this video we'll be talking about the essay Passion of the People, Football in South America by Tony Mason. And in this we have to study the introduction part, and just like the title, it talks about the importance of football in South America. Okay, so there are almost 6 to 7 chapters, but we only have to study the introduction. So he starts with a line by Pier Paolo Pasolini, who says that there are two types of football, prose and poetry. European teams are prose, tough, premeditated, systematic, collective, and Latin American ones are poetry, ductile, spontaneous, individual, erotic. അപ്പോൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത് തന്നെ ഫുട്ബോളിൽ തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട് എന്നൊരു രീതിയിൽ പറയുകയാണ്. ഇവിടെ കുറച്ചും കൂടി ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഒരു പ്രിഫറൻസ് കൊടുക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിനാണ്. ബേസിക്കലി ഇതിൽ പറയുന്നത് ഫുട്ബോൾ എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കൻ കൾച്ചറിൻ്റെ വലിയൊരു ഭാഗം തന്നെയാണ്. പക്ഷേ അവിടെ ഒരു ഐറണി വരുന്നത് ലാറ്റിൻ അമേരിക്കൻ അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഫുട്ബോളിൻ്റെ യാതൊരുവിധ പരാമർശവും നമ്മളവിടെ കിട്ടാറില്ല. ഒരു രീതിയിലുള്ള ഒരു റെഫറൻസ് നമ്മൾ കാണാറില്ല. എന്നിട്ടും ഫുട്ബോൾ എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ കൾച്ചറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗമാണ്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ആ ഒരു സ്റ്റാർട്ടിങ് പാരഗ്രാഫിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ എഡ്വിൻ വില്യംസ് പെൻഗ്വിൻ ഹിസ്റ്ററി ഓഫ് ലാറ്റിൻ അമേരിക്ക we cannot find any mention of football. The Cambridge Encyclopedia of Latin America has only a brief reference. That is the similar case with E. Bradford Burns' one-volume history of Brazil. And when it comes to the work Britain and Latin America in the 19th and 20th century, written by Roy Miller, he ignores the sporting contacts altogether. Other examples are Janet Lever's pioneering study of football in Brazil. The title is Soccer Madness. But then again, it focused on the place of sports in Brazil rather than the social history or the role of football in the social history of 20th century Brazil. അപ്പോൾ അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു വർക്ക്സ് എല്ലാം ഇവിടെ മെൻഷൻ ചെയ്യാൻ കാരണം എന്താണ്? ഇതൊക്കെ വളരെയധികം റിനൗണ്ട് ആയിട്ടുള്ള വർക്ക്സ് ആണ്. കൂടുതലും ലാറ്റിൻ അമേരിക്കൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ളൊരു എൻസൈക്ലോപീഡിയയെക്കുറിച്ചൊക്കെ ഉള്ള വർക്ക്സ് ആണ്. എന്നാൽ പോലും അവിടെ ഒന്നെങ്കിൽ ഫുട്ബോളിനെ കുറിച്ച് വളരെ ഫെയിൻ്റ് ആയിട്ടുള്ള റെഫറൻസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ജാനറ്റ് ലെവറിൻ്റെ ഒരു വർക്കുണ്ട്, പയനിയറിംഗ് സ്റ്റഡി ഓഫ് ഫുട്ബോൾ ഇൻ ബ്രസീൽ. ടൈറ്റിൽ തന്നെ ഫുട്ബോൾ ഉണ്ടെങ്കിലും അതിൽ ഫുട്ബോളിൻ്റെ ഒരു ഇമ്പാക്റ്റ്, സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ അതിലൂടെയാണ് ഓഥർ പറയുന്നത് ഫുട്ബോൾ എന്ന് പറയുന്നത് വളരെ പോപ്പുലറായിട്ടൊരു ആക്ടിവിറ്റിയാണ്, പ്രത്യേകിച്ച് സൗത്ത് അമേരിക്കയിൽ അതിൻ്റെ കൾച്ചറിനോടൊന്ന് ഭാഗമായിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. എന്നാൽ പോലും ഹിസ്റ്റോറിയൻസും സോഷ്യോളജിസ്റ്റും അതിനെ അവഗണിക്കുന്നു. അപ്പോൾ ഇതൊരു പ്രോബ്ലമാണ്. ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ട് ഓഥർ പറയുന്നത്, അറ്റ്ലീസ്റ്റ് ഈ ഒരു ബുക്കിൽ തന്നെ ആ ഒരു ഫുട്ബോളിൻ്റെ സ്ഥാനം എന്താണ്, പ്രത്യേകിച്ച് 3 രാജ്യങ്ങളാണ് ഇവിടെ എടുക്കുന്നത്: അർജൻറ്റീന, ബ്രസീൽ, ഉറുഗ്വേ. ഈ 3 രാജ്യങ്ങളിലും അതിൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ ഫുട്ബോളിൻ്റെ ഒരു സ്ഥാനം എന്താണ് എന്നുള്ളൊരു അനാലിസിസ് ആണ് ഈ ഒരു വർക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഫുട്ബോൾ ഇത്രയും വലിയൊരു ജനപ്രിയമായിട്ടുള്ളൊരു സ്പോർട്സ് ആകുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ്, വൈ ഈസ് ഫുട്ബോൾ ദ വേൾഡ്സ് നമ്പർ 1 സ്പോർട്സ്? ഹി സേസ് ദാറ്റ് ദർ ആർ സോ മെനി റീസൺസ് ഫോർ ഇറ്റ്. One is it can be played anywhere, from waste ground in the street, on the beach, in the parts of Brazil, on a range properly marked out pitches, from humble villages to the most sophisticated metropolitan stadium. The players do not require any special equipment or even a commercially produced ball.
Football is cheap and economical with time. That is, anyone can play at his or her own level. So in a way, it is open to talent. സോ വിൽ ഡിസ്കസ് ദാറ്റ് ഫസ്റ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഫുട്ബോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ജനപ്രിയമായിട്ടുള്ള ഒരു സ്പോർട്സ് ആണെന്ന് പറയുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും അത് പറയുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും കളിക്കാം, അങ്ങനെയുള്ളൊരു സ്പെഷ്യൽ ഗ്രൗണ്ടിനെ വേണമെന്നില്ല. വേസ്റ്റ് ഗ്രൗണ്ട് തൊട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്ലേ ഗ്രൗണ്ട് വരെ, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലെ ഒരു തുറസായിട്ടുള്ള സ്ഥലം തൊട്ട് ഹൈ ക്വാളിറ്റി ഉള്ളൊരു സ്റ്റേഡിയത്തിൽ വരെ ഈ ഒരു ഫുട്ബോൾ കളിക്കാൻ സാധിക്കും. ഒരുപാട് സ്പെഷ്യലായിട്ടൊരു എക്വിപ്മെൻറ്റ്സ് ഇവിടെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു കമേഴ്ഷ്യലി പ്രൊഡ്യൂസ് ആയിട്ടുള്ളൊരു ബോളും വേണ്ട. അതായത് അത് കളിക്കുന്ന പന്ത് അത്രയും ബ്രാൻഡിലുള്ളത് തന്നെ ആകണമെന്നും നിർബന്ധമില്ല. അതെല്ലാം ആ ഒരു കളിക്കുന്ന ലെവൽ അനുസരിച്ച് മാറുമെങ്കിലും അറ്റ് ബേസിക് ലെവൽ ഇറ്റ് ഡസൻ റിയലി റിക്വയർ എനി സോർട്ട് ഓഫ് എക്വിപ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ അത് വളരെ ചീപ്പാണെന്നും എക്കണോമിക്കലാണെന്നും നമുക്ക് പറയാം. മാത്രമല്ല ഇറ്റ് ഈസ് ഓപ്പൺ ടു ടാലൻറ്റ്. എഗെയിൻ ഓരോ ആൾക്കാരുടെ ലെവൽ വെച്ചിട്ട് കളിക്കാൻ സാധിക്കുന്ന ഒരു സ്പോർട്സ് ആണ്. അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരുപാട് കോച്ചിങ് വേണം, ഒരുപാട് ട്രെയിനിങ് വേണം എന്നത് ഒരു മാൻഡേറ്ററി ആയിട്ടൊരു കാര്യമല്ലെങ്കിലും അത് പ്രൊഫഷണലി പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അതിൻ്റേതായ കുറച്ച് എക്വിപ്മെൻറ്റ്സും ട്രെയിനിങ്ങും ആവശ്യമാണ്. പക്ഷേ എല്ലാ ആൾക്കാർക്കും ഒരു സ്പെഷ്യലായിട്ടൊരു ടാലൻറ്റിൻ്റെ ആവശ്യമില്ലാതെ തന്നെ അവരവരുടെ ലെവൽ അനുസരിച്ച് അല്ലെങ്കിൽ അവരവരുടെ കേപ്പബിലിറ്റി അനുസരിച്ച് കളിക്കാൻ സാധിക്കുന്ന സ്പോർട്സാണ് ഫുട്ബോൾ. അതാണ് ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ. രണ്ടാമത്തെ ഭാഗത്തിൽ വരുന്നത് സ്പെക്ടേറ്റേഴ്സിനെ കുറിച്ചാണ്. ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് പ്ലേയിങ്. Many can watch others play a game and imagine themselves in place of the players. So in a way, they watch the game, they discuss, they read about it in their leisure time. And that is one of the main reason why football has become a popular activity. Because now football clubs are rapidly becoming popular and competitive. There are so many clubs that are based on organization and territory. That is school, village, factory, town, cities, countries. They are becoming part of the identity of the players and the supporters. And there are also individual footballers who are rising and declining. And many football teams that have a long list of supporters who have a lasting legacy for a long time. And in a way, it is associated with the South American ideas of manliness as well. So that is the world of football. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ കാര്യങ്ങൾ പറയുന്നത് സ്പെക്ടേറ്റേഴ്സിനെ കുറിച്ചാണ്. കാരണം അത് എത്രമാത്രം എക്സിലറേറ്റിംഗ് ആയിട്ടൊരു എക്സ്പീരിയൻസ് ആണെന്നാണ് ഓഥർ പറയുന്നത്. നമ്മളൊരു ഫുട്ബോൾ മാച്ച് കാണുന്ന സമയത്ത് തന്നെ പലപ്പോഴും നമ്മൾ ആ ഒരു പ്ലെയേഴ്സായിട്ട് നമ്മളെ തന്നെ ഇമാജിൻ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു പ്ലെയർ ആയിരുന്നെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ കളിക്കുമായിരുന്നു എന്നുള്ള രീതിയിൽ സ്വയം ഇമാജിൻ ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയും ഒരു ഇമാജിനേഷന് വരെ സ്കോപ്പ് നൽകുന്ന ഒരു സ്പോർട്സാണ് ഫുട്ബോൾ. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വ്യൂവർഷിപ്പ് കൂടുന്നതും അതിനെ പറ്റിയുള്ളൊരു ഡിസ്കഷൻസും റീഡിങ്സും റൈറ്റപ്സും എല്ലാം തന്നെ കൂടുന്നതും അതുകൊണ്ടാണ്. അത്രയും ആൾക്കാർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതിലൂടെ തന്നെയാണ് ഇതൊരു സ്പോർട്സായി മാറിയത് മാത്രമല്ല ഒരു ഇൻ്റർനാഷണൽ സെൻസേഷനായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഫുട്ബോൾ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു കളിയായിട്ട് മാറിയിട്ടുണ്ട്. പ്രൊഫഷണൽ പ്ലെയേഴ്സ് ഉണ്ട്, പ്രൊഫഷണൽ സ്റ്റേഡിയംസ് ഉണ്ട്, കോച്ചസ്, ട്രെയിനിങ് സെഷൻസ്, ടീംസ്, ഒരുപാടധികം സപ്പോർട്ടേഴ്സും ഒരുപാട് വർഷത്തെ ഒരു ലെഗസിയുള്ള ഫുട്ബോൾ ക്ലബ്സും ഫുട്ബോൾ ടീംസും നമുക്കറിയാം. മാത്രമല്ല നമ്മുടെ ഒരു സ്കൂളിലെടുത്താൽ പോലും ഒരു ഫുട്ബോൾ ടീം അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ടീം മാൻഡേറ്ററി ആണ്, ഓൾമോസ്റ്റ് മാൻഡേറ്ററി ആണ്. അപ്പോൾ അത്രയും ബേസിക് ആയിട്ടുള്ളൊരു സ്കൂളുകളിൽ പോലും അങ്ങനൊരു ടീംസ് ഉണ്ട്. അതുപോലെ തന്നെ കോളേജസിൽ വരുമ്പോഴും കോളേജ് ടീംസ് ഉണ്ട്, സ്പോർട്സിൻ്റെ ടീംസ് ഉണ്ട്. അതുപോലെ തന്നെ ഫാക്ടറീസ്, ക്ലബ്സ്,
കൺട്രീസ്, അങ്ങനത്തെ പ്രൊഫഷണൽ വരുമ്പോൾ കൺട്രീസിന് റെപ്രസെൻ്റ് ചെയ്തായിരിക്കും. സോ ബേസിക്കലി പറയുന്നത് അത്രമാത്രം ഒരു ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒരു ഘടകമായി മാറിക്കഴിഞ്ഞു സ്പോർട്സ് എന്ന് പറയുന്നതും, അതിൽ എടുത്തു പറയുകയാണെങ്കിൽ ഫുട്ബോൾ എന്ന് പറയുന്നത്. And then he also talks about the social world of football, that is how there are teams, there are football teams that are professional, and how there is scope for individual glory even though it is a team game, and how he associates that with the South American ideas of manliness. അതായത് കൂടുതലും ഇത് ഫുട്ബോൾ ക്ലബ്സ് ആണ്, ടീംസ് ആണെങ്കിൽ പോലും ഇൻഡിവിജ്വൽ ഗ്ലോറിക്കും സ്ഥാനമുണ്ട്. പല ഇൻഡിവിജ്വൽ പ്ലെയേഴ്സിനെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ടീമിൻ്റെ ഭാഗമാണെങ്കിലും ആ ഒരു വ്യക്തി മാത്രമായി ഒരു ലെഗസി ഉണ്ട്. അപ്പോൾ അത് ഇൻഡിവിജ്വൽ ഗ്ലോറിക്കും സ്കോപ്പുള്ളൊരു സ്പോർട്സാണ്. മാത്രമല്ല ഓദർ ഇത് അസോസിയേറ്റ് ചെയ്യുന്നത് സൗത്ത് അമേരിക്കൻ്റെ ഒരു മാൻലിനെസ് എന്നുള്ളൊരു ഐഡിയയുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോഴും ആ ഒരു ചിന്തയുണ്ട്. മോസ്റ്റ്ലി സ്പോർട്സ് ലൈക്ക് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ ആർ എ മാൻസ് ഗെയിം എന്നുള്ളൊരു രീതിയിൽ ഒരു ജെൻഡർ ഡിവിഷൻ അവിടെ ഉണ്ട്. ഫീമെയിൽ അല്ലെങ്കിൽ വിമൻസ് ടീം നമുക്കുണ്ട്. വിമൻസ് ടീം മാച്ചസ് കളിക്കാറുണ്ടെങ്കിൽ പോലും കൂടുതലും ഒരു പ്രിഫറൻസ് അല്ലെങ്കിൽ കൂടുതലും ഒരു സപ്പോർട്ട് സിസ്റ്റം മെൻസ് ടീമിനാണ് കൂടുതലും കിട്ടുന്നത്. ഇപ്പോൾ കാര്യങ്ങൾ മാറി വരുന്നുണ്ടെങ്കിലും ആ ഒരു ആസ്പെക്റ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആൻഡ് ദെൻ he talks about how in football ordinary life is more or less forgotten and time is suspended. And he says that in football the forms of behavior frowned upon under other social context is more often cheered or celebrated here, and it's so much so that there are even international jokes that we know about. അതാണ് ഫുട്ബോളിൻ്റെ മാത്രമുള്ളൊരു ലോകമെന്ന് അദ്ദേഹം പറയുന്നത്. ഫുട്ബോൾ മാത്രമല്ല, സ്പോർട്സ് ജനറലായിട്ട് നമുക്കിത് പറയാൻ സാധിക്കുമെങ്കിലും ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഫുട്ബോളിന് മാത്രമാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബുക്ക് തന്നെ ഫുട്ബോളിന് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഫുട്ബോളിനെ കുറിച്ചാണ് അദ്ദേഹം എടുത്ത് പറയുന്നത്. അപ്പോൾ ഫുട്ബോളിൻ്റെ ആ ഒരു മാച്ച് നടക്കുന്ന സമയം ശരിക്കും ഒരു നോർമൽ ബിഹേവിയർ അല്ലെങ്കിൽ നോർമൽ ലൈഫിനവിടെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. ടൈം സസ്പെൻഡഡ് എന്നാണ് പറയുന്നത്. അതായത് ആ ഒരു സമയം, മാച്ച് നടക്കുന്ന ആ ഒരു സമയം ഒരു രീതിയിലുള്ളൊരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആർക്കും ഫോളോ ചെയ്യണ്ട. മനസ്സിൽ എന്താണോ വരുന്നത്, എന്താണോ തോന്നുന്നത് അത് തുറന്ന് എക്സ്പ്രസ് ചെയ്യാം. അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും ഏത് ടീമിനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു ടീമിൻ്റെ ജേഴ്സിയിൽ ആ ഒരു ഗെറ്റപ്പിൽ വരിക, ടീം പ്ലെയേഴ്സിൻ്റെ മാസ്ക് അണിഞ്ഞുകൊണ്ട് വരിക, അല്ലെങ്കിൽ മുഖത്ത് ആ ഒരു പെയിൻറ്റ് ചെയ്തുകൊണ്ട് വരിക, ബാനേഴ്സ് കെട്ടുക. പല സമയത്ത് നമ്മൾ അത്രയും ഒരു ക്രേസിനെസ് നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും അധികൃതരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ആ ഒരു കളി നടക്കുന്ന സ്റ്റേഡിയത്തിലേക്ക് ഇടിച്ചു കയറി പ്ലെയേഴ്സിനെ നേരിട്ട് കാണുക, അവരുടെ ഓട്ടോഗ്രാഫ് വാങ്ങിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ ഒരു പന്ത് തട്ടിയെടുക്കാൻ നോക്കുക. അങ്ങനത്തെ പല രീതിയിലുള്ള ക്രേസിനെസ് നമ്മൾ കാണാറുണ്ട്. പക്ഷെ നമ്മൾക്കത് തോന്നും ഒരു രീതിയിൽ അതൊരു ക്രേസിനെസ് ആണ് നമുക്ക് തോന്നുമെങ്കിലും ഇറ്റ്സ് ജസ്റ്റ് whatever they feeling at that time. അപ്പോൾ പൊതുവേ സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഒരു രീതിയിൽ ഒരു ഭ്രാന്താണ് എന്ന് പറയുന്ന കാര്യങ്ങൾ, പക്ഷെ ആ ഒരു സമയം നമുക്കത് ശരിക്കും അത് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അത്രമാത്രം ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് ആ ഒരു ലോയൽറ്റിയാണ് ആ സമയം, ഒരു മാച്ച് നടക്കുന്ന സമയം ഒരു ടീമിനോടും ടീം പ്ലെയേഴ്സിനോടും സപ്പോർട്ടേഴ്സിന് തോന്നുന്നത്. ദാറ്റ് ഈസ് ഹൗ ഹീ ജസ്റ്റിഫൈസ് ദാറ്റ്. മാത്രമല്ല ഇൻ്റർനാഷണൽ ജോക്കിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അത്രയ്ക്കൊരു ഫിനോമിനനാണിത്. എല്ലാവർക്കും ലോകമെമ്പാടും ആൾക്കാർക്ക് അറിയാൻ സാധിക്കുന്ന ഫുട്ബോൾ ടീംസ് ഉണ്ട്, ഫുട്ബോൾ പ്ലെയേഴ്സ് ഉണ്ടെന്ന് മാത്രമല്ല ജോക്സ് വരെ ഉണ്ട്. അത് ഇൻ്റർനാഷണൽ ജോക്സ് ആണ്. അതായത് ലോകത്ത് എവിടെയും എല്ലാവർക്കും അറിയാൻ സാധിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഫ്രേസസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ ഉണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഇൻ മിനാസ് ജെറാസ്, കോർഡോബ, മോണ്ടെവീഡിയോ ആൻഡ് സ്കൺട്രോപ്പെ, ദീസ് ആർ ഓൾ countries in Latin America, the wife accuses the husband, "You only think about football. I bet you don't even remember the day we got married."
The husband replies, "Of course I do. It was the day before the game between Santos and Corinthians, Talares and Boca, Nacional and Penarol, Scuntrope and Grimsby. For the most significant minority of the world's population which likes it, football is not only 22 men kicking the ball about." അപ്പോൾ ആ ഒരു ഇൻ്റർനാഷണൽ ജോക്കിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പം എന്താണ്, പൊതുവേ ഉള്ളൊരു കോൺവെർസേഷനാണ്. ഭാര്യ ഭർത്താവിനോട് പറയുന്നു, നിങ്ങൾക്ക് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി എന്നാണെന്ന് പോലും ഓർമ്മയില്ലല്ലോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ ഭർത്താവ് പറയാണ്, ഉറപ്പായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം എന്താണ്, ആ ദിവസമായിരുന്നു ഇന്ന ടീംസ് തമ്മിലുള്ളൊരു മാച്ച്. മനസ്സിലായോ? ആ ഒരു മാച്ച് ഓർത്തുകൊണ്ടാണ് ആ ഒരു ഭർത്താവ് ആനിവേഴ്സറി ഓർത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഫുട്ബോൾ ഫാൻസ് മാച്ചസ് നടന്ന ദിവസങ്ങൾ ഉപയോഗിച്ചാണ് അവരുടെ ജീവിതത്തിലെ പല ഒക്കേഷൻസും ഓർത്തിരിക്കുന്നത്. സോ ദാറ്റ്സ് ഹൗ മച്ച് ഫുട്ബോൾ മാച്ച് ഓർ ഫുട്ബോൾ ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇൻ ദ ലൈഫ്. And that's what he says. For many, football is not just 22 men kicking a ball about, but it has its own history and tradition, and it has become a lifestyle of many. Why? Because it has provided many opportunities for material and social advancement. അതുകൊണ്ടാണ് ഫുട്ബോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണെന്ന് പറയാൻ കാരണം ഇത് വെറും ഒരു കളി മാത്രമല്ല, ഇതിനൊരു ചരിത്രമുണ്ട്, ഒരു ട്രഡീഷനുണ്ട്, ഏറെക്കുറെ ഇതൊരു ലൈഫ് സ്റ്റൈലായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. കാരണം എന്താണ്, ഞാൻ പറഞ്ഞു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ലെവലിൽ ഇത് വന്നിട്ടുണ്ട്. പ്രൊഫഷണൽ ടീംസ് ഉണ്ട്, പ്രൊഫഷണൽ പ്ലെയേഴ്സ് ഉണ്ട്. ഇവർക്കെല്ലാം തന്നെ അങ്ങനത്തെ രീതിയിലുള്ള അഡ്വാൻസ്മെൻറ്റ്സ് കിട്ടുന്നുണ്ട്. പല പ്ലെയേഴ്സിനെയും നമ്മൾ അറിയുന്നത് തന്നെ ആ ഒരു കളിയിലൂടെയാണെന്ന് മാത്രമല്ല, ഇവരെല്ലാം പിന്നീട് ബ്രാൻഡ് അംബാസിഡേഴ്സ് ആകുന്നു. പല ബ്രാൻഡ്സും എൻഡോഴ്സ് ചെയ്യാറുണ്ട്, പല ഫുട്ബോൾ ക്ലബ്സും ഏറ്റെടുക്കാറുണ്ട്. അങ്ങനത്തെ രീതിയിലുള്ള മെറ്റീരിയൽ ആൻഡ് സോഷ്യൽ അഡ്വാൻസ്മെൻറ്റ്സും ഇവർക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു സ്പോർട്സിലൂടെ. And then he compares between European players and South American, especially the Brazilian football players, and he gives the preference to Brazilian football players as compared to the other players in other cultures because they are maestros with the ball. അപ്പോൾ ഇതൊരു ഫുട്ബോൾ ഇൻ സൗത്ത് അമേരിക്ക എന്നൊരു ടൈറ്റിൽ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ചുകൂടി പ്രിഫറൻസ് കൊടുക്കുന്നത് സൗത്ത് അമേരിക്കൻ ഫുട്ബോളിൽ, പ്രത്യേകിച്ച് ബ്രസീലിയൻ ഫുട്ബോളേഴ്സിനൊരു പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്. കാരണം അവരെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് മാസ്ട്രോസ് എന്നാണ്. അതായത് അത്രയും ഒരു സൂപ്പർ ലെവൽ എക്സ്പേർട്സ് ആണ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ പറയുന്നുണ്ട്. ആൻഡ് വൈ ദേ ആർ കോൾഡ് മാസ്ട്രോസ്? Because they have a lot of tricks on their sleeve. Back heel, overhead kick, chips and swerving shot. And all of this set them apart from most players in other culture. And it is based on dribble, rapid exchange of short passes, based on attack. But even then, there is more than an enmity. It is a joyful game of individual self-expression, which owes little to coaching or school of excellence. അതായത് ഇവരെ എക്സ്പേർട്സ് എന്ന് പറയാൻ കാരണം ഇവർക്ക് ഒരുപാട് ട്രിക്സ് ഇവരുടെ കയ്യിലുണ്ട്. മാത്രമല്ല കുറേയൊക്കെ അറ്റാക്കിംഗ് ആണെങ്കിലും എന്താണ്, അത് ഒരിക്കലും അവിടെ ഒരു വിദ്വേഷം അവിടെ വരുന്നില്ല, അല്ലെങ്കിൽ ഒരു വെറുപ്പ് വരുന്നില്ല. ഓഥർ പറയുന്നത് ഇതൊരു സെൽഫ് എക്സ്പ്രഷൻ ആണെന്ന് മാത്രമാണ്. കാരണം കോച്ചിങ്ങും സ്കൂൾ ഓഫ് എക്സലൻസ് ഒക്കെ പിന്നീടാണ് വരുന്നത്. എല്ലാ പ്ലെയേഴ്സിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിലും ഇവരെല്ലാം തന്നെ എന്താണ്, കുട്ടിക്കാലത്ത് പന്ത് തട്ടി കളിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. സ്കൂൾസിലൊരു ഭാഗമായി, ടീമിൻ്റെ ഭാഗമായി, പിന്നീട് കോളേജ് ലെവലെത്തുന്നു, അവിടുത്തെ ടീമാകുന്നു, പിന്നീട് സ്റ്റേറ്റ് ടീമിൻ്റെ ഭാഗമാകുന്നു, നാഷണൽ ടീമിൻ്റെ ഭാഗമാകുന്നു, പിന്നീട് ഇൻ്റർനാഷണൽ ടീമിലേക്ക് വരുന്നു. അങ്ങനെയുള്ളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഏകദേശം എല്ലാ പ്ലെയേഴ്സിലും ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു ബയോഗ്രഫി എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ്, ഫുട്ബോൾ ഈസ് ഓപ്പൺ ടു ടാലൻറ്റ്. ആരും ജനിച്ചപ്പോൾ തന്നെ ഒരു പ്രൊഫഷണൽ ഫുട്ബോളറായിട്ടല്ല വരുന്നത്. പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്
കോച്ചിങ്ങും സ്കൂൾ ഓഫ് എക്സലൻസും പിന്നീടായിരിക്കും വരുന്നത്. പക്ഷെ എല്ലാവരും ആ ഒരു ബേസിക് ലെവലിൽ അവരുടെ തന്നെ സ്കൂളിലെയോ അല്ലെങ്കിൽ അവരുടെ തന്നെ ആ ഒരു വില്ലേജിലെയോ ഭാഗമായിട്ട് ഒരു ടീമിൻ്റെ ഭാഗമായാണ് വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് football because it is a game of individual self-expression. And that is what the author is trying to see about how this image is supported through the history of South America, both past and present. അപ്പോൾ ഈ ഒരു ബുക്കിൽ അദ്ദേഹം അതാണ് അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഫുട്ബോളിൻ്റെ ഈ ഒരു ഇമേജ്, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് സൗത്ത് അമേരിക്കയിൽ പാസ്റ്റും പ്രസൻറ്റും കാര്യങ്ങൾ വെച്ചിട്ട് ടൈം പീരീഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഫുട്ബോളിൻ്റെ ഒരു സ്ഥാനം, അതാണ് ഈ ഒരു ബുക്കിൽ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾക്ക് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പഠിക്കാനുള്ളത്. പക്ഷേ ഈ ഒരു സെക്ഷനിൽ അദ്ദേഹം ഏതൊക്കെ ചാപ്റ്റേഴ്സാണ്, അതിൽ എന്തൊക്കെയാണ് വരുന്നതെന്നും കൂടി പറയുന്നുണ്ട്. ലെറ്റ്സ് ജസ്റ്റ് മെൻഷൻ ദാറ്റ്. Chapter 1 will focus on the early history of organized football in Argentina, Brazil, Uruguay. And Chapter 2, he talks about the contribution of British touring teams to the development of football in South America. Chapter 3 examined the first impact of South American game on Europe and described the spectacular success of Uruguay in the Olympic Games of 1924 and 28 and the first World Cup in 1930. And in Chapter 4, he discussed the professionalism that was accepted in Argentina, Brazil and Uruguay. Chapter 5 would probably not exist in a book on British football, but in South American football and politics have a long-lasting relationship. Chapter 7 is an attempt to probe the intensity with which the game is followed in the South. And it ends with a discussion of some possible interpretation of football, more especially in Argentina and Brazil. So that's the chapter division. We don't have that. We just have to learn the introduction. ഈ ഒരു ബുക്കിൻ്റെ ഈ ഒരു ഇൻട്രഡക്ഷൻ്റെ ലാസ്റ്റ് പാർട്ടിൽ ഒരു വോട്ട് ഓഫ് താങ്ക്സ് ആണ് ഓഥർ പറയുന്നത് to those who helped him with the book. So that's the introduction of Passion of the People, Football in South America. It basically talks about how football is an integral part of their life, and especially how Brazilian footballers are masters of the ball because they have had a long history of it with little coaching and school of excellence. So that's the short analysis of the essay. I hope it was useful. If so, do like the video and share your opinion as well, and I'll see you in the next video. Thank you.